വെൽക്കം ടു അവർ ചാനൽ PR പ്ലാനറ്റ്. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, സ്റ്റെൻസിൽ ആർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് വന്നത് കുറച്ച് നാൾ അടുത്തിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ ചെയ്ത് നോക്കി. സ്റ്റെൻസിൽ ആർട്ടിൽ ഭയങ്കര സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ പടം വരയ്ക്കാൻ അറിയില്ലാത്ത ഒരാൾക്കും നല്ല ഈസി ആയിട്ട് പടം വരയ്ക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് വിചാരിക്കും അയ്യോ ഇത്ര കഴിവ് നമുക്കുണ്ടോ, അങ്ങനെ ഒരു ഫീൽ തരും നമ്മുടെ സ്റ്റെൻസിൽ ആർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി ഒത്തിരി എലാബറേറ്റ് ചെയ്യുന്നില്ല, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഫോണിൽ ഞാൻ ഫോട്ടോസിൽ ഓൾറെഡി സേവ് ചെയ്തൊരു പിക്കുണ്ട്, അത് കാണിച്ചു തരാം. ആ പിക്കാണ് നമ്മളിന്ന്, ഈ ബട്ടർഫ്ലൈയുടെ പിക്കാണ് നമ്മളിന്ന് വരയ്ക്കാൻ നോക്കുന്നത് സ്റ്റെൻസിൽ. അപ്പം ആദ്യം നമുക്കിതിനെ ഈ ഒരു രൂപത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി ഗ്രേഡിയൻസ് ഒന്ന് മാറ്റി എടുക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന FX സ്റ്റെൻസിൽ എന്ന് പറഞ്ഞ ആപ്പാണ്. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ഈ ആപ്പാണ്. അപ്പം നമ്മൾ ആദ്യം ഗാലറി ചെന്ന് ഏത് പടമാണോ വരയ്ക്കാനുള്ളത് ആ പടം നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഗ്രേഡിയൻറ്റ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുക, കുറയ്ക്കുക, എത്രത്തോളം ക്ലിയർ ആവുന്നു അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മളത് സേവ് ചെയ്ത് വെക്കണം. എല്ലാ പിക്ചറിനും ഒരേ രീതിയിൽ ക്ലാരിറ്റി കിട്ടില്ല. നമ്മൾ നല്ല ക്ലാരിറ്റി ഉള്ള പിക്ക് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായി വരയ്ക്കാൻ പറ്റും നമുക്ക്. ഞാൻ രണ്ട് രീതിയിൽ, ഒരു ഡാർക്കറും ഒരു ലൈറ്ററും രണ്ട് ഗ്രേഡിയൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അപ്പം ഞാനിതൊരു ബിഗ് പിക്ചറായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സ്പ്ലിറ്റ് ആപ്പ് വെച്ചിട്ട് ആ പടത്തിനെ ജസ്റ്റ് ഒരു 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഓരോ പീസസും ഇൻഡിവിജ്വലി ഞാൻ സ്റ്റെൻസിൽ ആർട്ട് ഓരോ പേപ്പറിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ഗായ്സ്, നമ്മൾ ചെയ്യുന്നത് സ്റ്റെൻസിൽ ആർട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് ഗ്രിഡാണ്. ഗ്രിഡ് ഡ്രോയിങ് ആപ്പ് വെച്ചിട്ടാണ് അത് ഞാൻ ചെയ്യുന്നത്. അതിന് നമ്മൾ ഈ ആപ്പ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് പേപ്പർ സൈസ് A4 അല്ലെങ്കിൽ A4 ഞാൻ കസ്റ്റം കൊടുത്ത് വിഡ്ത്തും ഹൈറ്റും നമ്മൾ ഡിസൈറബിൾ ആയിട്ട് ആ പേപ്പർ മെഷർ ചെയ്തിട്ട് അത് എഴുതി കൊടുക്കാം. എന്നിട്ട് ആ രീതിയിൽ നമുക്ക് ആ പിക്ചർ ഓപ്പൺ ആകും. പക്ഷെ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്പ്ലിറ്റ് ചെയ്ത ഓരോ പേജസിൻ്റെ ഗ്രിഡിങ് ആണ് ചെയ്യുന്നത്. ഗ്രിഡ് ചെയ്യാനായിട്ട് ഓരോന്ന് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഏത് രീതിയിൽ വെക്കുമ്പോഴാണ് കൂടുതലും കംഫർട്ടബിൾ അങ്ങനെ വെച്ചിട്ട് അതിനെ ഗ്രിഡ് ആക്കുക. മെഷർമെൻറ്റ് സെയിം തന്നെ കൊടുത്താൽ മതി. എന്നിട്ട് ഈ പടം നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അങ്ങനെ ഈ 4 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത 4 പോർഷൻസിനും സെയിം തന്നെ കൊടുത്ത് നമ്മൾ ഗ്രിഡ് മേക്കിംഗ് ആപ്പിൽ ഗ്രിഡ് ഉണ്ടാക്കുക. നമ്മൾ 4 സ്പ്ലിറ്റ് ചെയ്ത പേപ്പേഴ്സിന് നമ്മൾ ഗ്രിഡ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഗ്രിഡ് കൊടുക്കുന്ന ഓരോ ബോക്സസിൻ്റെ കൂട്ടോ കുറയ്ക്കാം അത് നമുക്ക് ഈ ആപ്പിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പം ഈ ഒരു സ്കെച്ച് ബുക്കാണ് എടുത്തേക്കുന്നത്. ഇതിനകത്തുനിന്ന് ഒരു 4 പേജസ് ടയർ ചെയ്തിട്ട് അത് 4ഉം കൂടി മിക്സ് ചെയ്ത് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ബിഗ് പിക്ചറാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ എല്ലാ പടവും ഇപ്പം ഗ്രിഡിൻ്റെ ഫോമിലാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ അതിൻ്റെ ബാക്കി ഇതും പിന്നെ ഇതാ മറ്റേ ഡാർക്ക് ഗ്രേഡിയൻ്റ് വരുന്നത് എല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പേപ്പറിൽ നമ്മുടെ ഓരോ ബോക്സസിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. എന്നിട്ട് അത് പേപ്പറിലേക്ക് അതേപോലെ മെഷർ ചെയ്ത് കറക്റ്റായിട്ട് ലൈറ്റായിട്ട് വരച്ചാൽ മതി. ഇപ്പം നമുക്ക് എന്തായാലും വായിക്കാനുള്ളതല്ലേ. അങ്ങനെ പേപ്പർ റെഡിയാക്കുക. പിന്നെ ആ പിക്ചറിനകത്ത് ആ നമ്പേഴ്സ് നമ്മൾ 1 to ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും 1 to സംതിങ് 14, 20 വരെ നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് അനുസരിച്ച് നമ്മൾ ഓരോ കോളം ഫില്ല് ചെയ്ത് പോവാം. കുറച്ച് ആദ്യത്തെ ഇതിൽ കുറച്ച് ഐ സ്ട്രെയിനൊക്കെ ഉണ്ടാവും. പക്ഷേ കുറച്ച് ഗ്രാജുവലി അത് നമുക്ക് യൂസ് ടു ആയിക്കോളും, അതിന് സ്പീഡപ്പ് ആയിക്കോളും. അങ്ങനെ നമ്മൾ ആ ഓരോ കോളംസും അതാത് വരുന്ന ആ ഡിസൈൻ എന്താണോ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ നെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത പേജും വരയ്ക്കാൻ തുടങ്ങി.
അപ്പോൾ ഇത് ശരിക്കും നല്ല എൻജോയിങ് തന്നെയാണ്. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഒറ്റ സ്ട്രെച്ച് വരയ്ക്കാൻ ഞാൻ നോക്കും. എനിക്കതാ ഇഷ്ടം. ഒരു പിക്ചർ എങ്ങനെ ഓരോന്ന് നമ്മൾ ഫില്ല് ചെയ്ത് വരുമ്പോൾ ആ ഒരു പിക്ക് എങ്ങനെ ആകും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഒരു പോർട്രേറ്റാണ് വരയ്ക്കുന്നതെങ്കിൽ എൻ്റെ കണ്ണ് പകുതി ആകുമ്പോഴത്തേക്കും എങ്ങനെയാകും, വരയ്ക്കുന്നതിനെ കൂടുതൽ കളർ ചെയ്യുമ്പോഴായിരിക്കും ഭയങ്കര ആകാംക്ഷയായിരിക്കും എങ്ങനെയാകും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒറ്റ സ്ട്രെച്ച് വരയ്ക്കാൻ നോക്കാറുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാൻ വരയ്ക്കുന്ന പോലെ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും എനിക്ക് വേണം ഇനി ന്യൂ വീഡിയോസ് ചെയ്യാനും. എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് എന്നോട് ഷെയർ ചെയ്യാനും മടിക്കേണ്ട. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മളിനി ഫുൾ വീഡിയോ ഞാൻ വരയ്ക്കുന്നത് കാണിക്കുന്നില്ല. ഇനി ബാക്കി ഞാൻ കുറച്ച് കളറിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സാധാ സ്കെച്ച് മാർക്കേഴ്സാണ്. ഏത് വേണമെങ്കിലും ഇതിപ്പം നമുക്ക് ഫില്ല് ചെയ്യാൻ കൂടുതലുള്ളതുകൊണ്ട് കുറച്ചും കൂടി ടിപ്പ് ബോൾഡായിട്ടുള്ളത്, ബ്ലണ്ടായിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. മറ്റേത് നമ്മളിപ്പം ഭയങ്കര മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ CD റൈറ്റർ അങ്ങനത്തെ ഇതൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ബ്ലാക്ക് പെന്നിനേക്കാളും കൂടുതൽ സ്കെച്ചായിരിക്കും നമുക്ക് ഒരു ലാർജ് ഏരിയ കവർ ചെയ്യാനും പിന്നെ ലൈക്ക് നമുക്ക് പെയിൻറ്റ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ സ്കെച്ച് തന്നെയാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. നമ്മൾ ഓരോന്ന് കളർ ചെയ്ത് വരുമ്പോഴാണ് ആ ഒരു പിക്കിൻ്റെ ഒരു ശരിക്കും എത്രത്തോളം ഇൻ ഡെപ്ത് ആ ഒരു ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ബ്ലോക്കിൽ ചെയ്ത് നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പടം ഇത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. പേഴ്സണലി എനിക്ക് ശരിക്കും ഇത് ഭയങ്കര സ്ട്രെസ് ബസ്റ്ററും കൂടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പടം വരയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സ് കാം ആൻഡ് റിലാക്സ്ഡ് ആവും. നിങ്ങളും ട്രൈ ചെയ്യുക. നിങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഈ സ്റ്റെൻസിൽ ആർട്ടിനോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ടുള്ള സ്റ്റെൻസിൽ ആർട്ട് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ഡു ഓൾസോ ഫോളോ മൈ ഇൻസ്റ്റഗ്രാം പേജ്. അതിനകത്ത് ഞാൻ കുറച്ചധികം സ്റ്റെൻസിൽ ആർട്ടിൻ്റെ പിക്സ് ഇട്ടിട്ടുണ്ട്, ലൈക്ക് ചെയ്യണം. പിന്നെന്താ, ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്. We are Planet signing out.